കശുവണ്ടി അഴിമതിയിൽ കെ ബിജു IAS-നെതിരെ ഗുരുതര വിമർശനവുമായി ഹൈക്കോടതി. പ്രതികളെ സഹായിക്കാൻ കോടതിയെ അധിക്ഷേപിച്ച് ഉത്തരവിറക്കി. ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ വച്ചുകൊണ്ടിരിക്കരുത്. എങ്ങനെ ഉത്തരവിറക്കണം എന്ന് കോടതി ഒരിടത്തും പറഞ്ഞിട്ടില്ല. വിവാദ ഉത്തരവ് തിരുത്തിയെന്ന് പറഞ്ഞ് സർക്കാർ തടിയൂരാൻ ശ്രമിച്ചെങ്കിലും ഹൈക്കോടതി വഴങ്ങിയില്ല. കശുവണ്ടി അഴിമതിയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കെ ബിജു IAS-നെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. സമീപകാലത്തൊന്നും ഒരു ഉദ്യോഗസ്ഥന് ഇതുപോലെയുള്ള കടുത്ത വിമർശനങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല. ഈ ഉദ്യോഗസ്ഥനെ ആ സർവീസിൽ വച്ചുകൊണ്ടിരിക്കരുത് എന്ന കടുത്ത നിലപാടാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. കെ ബിജുവിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾ തുടരാനും ഒരു തരത്തിലുള്ള കരുണ അനുവദിക്കില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വെള്ളിയാഴ്ച നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകാനാണ് കശുവണ്ടി വകുപ്പിന്റെ ചുമതലയുള്ള കെ ബിജു IAS-നോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകാനുള്ള കാരണമെന്നത് കശുവണ്ടി അഴിമതി കേസിലെ പ്രതികൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ആദ്യം ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ ഹൈക്കോടതിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഈ ഉത്തരവിറക്കുന്നത് എന്ന വാചകമാണ് കോടതിയെ ചൊടിപ്പിച്ചത്. എന്തായാലും ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ഉത്തരവുമായി അവർക്ക് മേൽക്കോടതികളിൽ പോയി അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരമൊരുക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത്. പ്രതി എഴുതി നൽകിയ കടലാസ് എടുത്ത് GO നമ്പർ ഇട്ട് ഉത്തരവായി ഇറക്കിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പോലും ജസ്റ്റിസ് A ബദറുദ്ദീന് ഈ കേസിന്റെ വാദത്തിനിടയിൽ പറയേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു നേരിട്ട് കോടതിയിൽ ഹാജരായി ഇതിൽ പരമാവധി കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള വിമർശനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി അതിലൊന്നും വഴങ്ങിയില്ല. കോടതി വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഈ തെറ്റിൽ നിന്ന് ഒഴിവാക്കി നിർത്തുമ്പോഴും ആ ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഇന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ഡൽഹിയിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം അതിനുള്ള സമയം ഉണ്ടായില്ല എന്നുള്ള നിലയിൽ ആദ്യം ഒരു റിപ്ലൈ കൊടുത്തു. അത് ശരിയല്ലെന്ന് കണ്ടപ്പോഴത്തേക്കിന് സ്വാഭാവികമായി കറക്റ്റ് ചെയ്ത് രണ്ടാമത്തെ റിപ്ലൈ കൊടുത്തു. ഈ കേസിൽ പരാതിക്കാരനെ ഇന്ന് കോടതി അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാരണം ഈ കേസിലെ പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയായ CBI ഇതുവരെ ഇക്കാര്യത്തിൽ കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. അവർ എവിടെ പോയി എന്ന് ഹൈക്കോടതി ചോദിച്ചു. എന്തായാലും പരാതിക്കാരനായ കടകംപള്ളി മനോജ് അഴിമതിക്കെതിരെ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടമാണിതെന്ന് കോടതി വ്യക്തമാക്കുകയാണ്. എന്തായാലും സർക്കാർ ഇനി നേരിടേണ്ടി വരിക കെ ബിജു IAS-നെതിരായ കോടതിയലക്ഷ്യ നടപടികളായിരിക്കും. ഇന്ന് മുഖ്യമന്ത്രി ഞങ്ങൾ അനുമതി നൽകിയല്ലോ, ഉത്തരവ് തെറ്റിയപ്പോൾ അത് തിരുത്തിയല്ലോ എന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. ഈ കേസിൽ ഞങ്ങൾ തീരുമാനമെടുത്തു, പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുമതി കൊടുത്തു. പിണറായി സർക്കാർ അത് കൊടുത്തിട്ടുണ്ടായില്ല, ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനെന്തായിരുന്നു ബഹളം? ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് പോലും ഞങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെയല്ല ഹൈക്കോടതി ഇപ്പോൾ ഈ കേസിനെ എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതികളെ സഹായിക്കാൻ ഉത്തരവിറക്കി എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.